വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിന്റെ ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എക്സാമിന് വേണ്ടി പഠിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് എല്ലാവരും പറയുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ എന്തിനാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യണത്, അല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. അപ്പൊ എക്സാമിന് മുൻപായിട്ട് നിങ്ങളിപ്പോൾ റിവിഷനും ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരിക്കും. എങ്കിലും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് മെയിനായിട്ട് നമുക്ക് 1, 2, 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു റീസെന്റ് ആയിട്ട് വരുന്ന എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പ്രോപ്പറായിട്ട് തന്നെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും അതല്ല നമ്മൾ പഠിക്കുന്ന റിവിഷൻ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഓക്കെ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നിങ്ങൾ പഠിക്കണം എന്ന് പറയാനുള്ള കാരണം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ടൈം മാനേജ്മെന്റ്. കാരണം നമുക്ക് ഇത്ര മണിക്കൂറാണ് എക്സാം വരുന്നത്, ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നിങ്ങൾ മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുൻപായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് 1, 2 ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അത്യാവശ്യം ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ അധികം വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആരും തന്നെ ചെക്ക് ചെയ്യാതെ പോകരുത്. മസ്റ്റ് ആയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുക. ഓരോ എക്സാമിന് പോകുന്നതിന് മുൻപായിട്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്, മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്